നമ്മളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ. ഇന്ന് കുട്ടികൾ കുറേ ദിവസമായിട്ടോ പറയുന്നു കുഴിമന്തി ഉണ്ടാക്കാൻ. നമ്മൾ ഉണ്ടാക്കിയിട്ടും കുറേ ആയില്ലേ, അപ്പം എന്നാൽ കുഴിമന്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഓ അതിനെ കുളിപ്പിച്ച് കൊടുക്കുക. എണ്ണ തേച്ച് കൊടുത്തത് എന്തിനാണെന്നറിയോ? അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ചുക്കുവെള്ളം വെക്കണം പാത്രം കേട്ടോ. ചുക്കുവെള്ളമല്ല, ആദ്യം ഇതിൽ നമ്മളെല്ലാവരും ചോറ് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൽ ചോറ് വെക്കുമ്പോൾ ചോറ് അധികം ആവുകയാണ്. നീ കുളിച്ചോ? ഏ ഏ എന്തേ? എപ്പോ? കിച്ചു പോയി കുളിക്ക്. നിന്റെ കാളെവിടെ? കളഞ്ഞോ? അവൻ ഡബിൾ കാള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് പുറത്ത് വേഗം ചോറിന് വേഗം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ അത് അവിടെ കിടന്ന് വേവുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കി ഇറച്ചി നമുക്ക് അവിടെ പുതിയ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. ഈ അവിടുത്തെ അടുപ്പ് ചെറുതായതും കൊണ്ടില്ലേ വെക്കാൻ അത്രയും വെച്ച് കഴിഞ്ഞ് വെച്ചാൽ കുറേ നേരം അടുപ്പ് കിട്ടോ. ഈ അടുപ്പിൽ കത്തണ പോലെ അതിൽ അങ്ങനെ പെട്ടെന്നായി കിട്ടില്ലല്ലോ. അത് കാരണം സുകന്യേ എന്താ ചെയ്യുക? ഇവിടെ വെക്കണം, ഉള്ളിൽ വെക്കണം. ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും പുക ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്ത് പിന്നെ വെക്കാലേ. പരന്ന പാത്രത്തിലായിട്ടാണ് ചിക്കനും കുഴിമന്തി ഉണ്ടാക്കാനാണ് കേട്ടോ ശരിക്കും സുഖം. കാരണം ബിരിയാണിയുടെ പോലെ കുറേ നുറുക്കണ്ട അല്ലേ, ചതക്കണ്ട. എന്താ സുന്നി നോക്കണം? വലിയ പാത്രമല്ലേ, അതാ പാത്രം എടുത്തളേ. ലെമൺ റൈസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പം അതും എന്തൊക്കെ കുട്ടികൾക്കില്ലയോ, എന്താണോ ഇഷ്ടം പറഞ്ഞപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറിപ്പോയി. എനിക്കില്ലേ സത്യം പറയാച്ചാ നല്ല കുഞ്ഞരിയുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കുഞ്ഞരിയുടെ ബിരിയാണി. അതിലിങ്ങനെ അത് നമ്മുടെ റാവുത്തർ ബിരിയാണിയാണ് പറഞ്ഞു വെച്ചല്ലേ, നല്ല ടേസ്റ്റാണ് എരിവൊക്കെ ആയിട്ട്. പക്ഷേ ചില ആൾക്കാർക്ക് എരിവ് അത്ര പിടിക്കില്ല. എനിക്കിഷ്ടമാട്ടോ റാവുത്തർ ബിരിയാണി. അത് ബീഫ് ബിരിയാണി ഇഷ്ടമാണ്, ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ ഈ ബീഫ് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ പോയൊരു 4-5 മാസത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കുഴിമന്തി ഇഷ്ടം പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്രാവശ്യം കേട്ടോ ബീഫ് ബിരിയാണി വെച്ചിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം. അത് എപ്പോഴെങ്കിലും ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് ബിരിയാണി വയ്ക്കുമ്പോൾ ഇവർ പറയും ബിരിയാണി വെക്കണ്ട, അത് കറി വരട്ടിയാൽ മതി പറയും. ഓ അതിൻ്റെ ആ കരളില്ലേടി സുകന്യെ, മാറ്റിക്കോ. കരളൊക്കെ മാറ്റി വെക്ക്. എന്തെങ്കിലും വൈകുന്നേരത്തെ ആ കരളുകളൊക്കെ മാറ്റിക്കോളി. അമ്മയ്ക്ക് കരള് മാങ്ങ ഒക്കെ മാങ്ങ അച്ഛന് അതെന്തിനാണെന്നറിയോ? ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടേ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് സാദാ ചോറ് കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. എനിക്ക് സാദാ ചോറ് കഴിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് വെള്ളത്തിലൊന്ന് കുതിർന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ, കഴുകിയിട്ട് വെച്ചിട്ടാ. അതാണ് അജിനാമോട്ടോ പറയുന്ന സാധനം. ആണോ? എന്താ പ്രശ്നം? ഈ പെരിഞ്ചീരകം എത്ര ഇടണാലേ? പെരിഞ്ചീരകം ഇതുണ്ടാവില്ലേ, മധുരം ഉണ്ടാവില്ലേ? അറിയാതെ ഇതിൽ പെട്ടുപോയി. ഇതാട്ടോ ലീഫ് ഇതിൻ്റെ സംഭവങ്ങൾ. ഈ മാഗി ക്യൂബ് എന്തിനാമ്മ? പിന്നെതാ ഉണക്കനാരങ്ങ 2 മമ്മൂട്ടി. ഇതെന്തിനാ ഉപയോഗിക്കുക? ഇതെന്തിനാ ഉപയോഗിക്കുക? അതതിൻ്റെ ടേസ്റ്റ് കൂടാനൊക്കെ. ഓയിൽ വെച്ച് കൊടുക്കും. കഴിച്ചോ, ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ മാറും. ആ ഉപ്പ് എടുത്തിട്ട് പോയോ? കല്ലുപ്പ് മതി. ചിക്കനിക്ക് വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, നമ്മുടെ ചെറിയ ജീരകം, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടില്ലേ, ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുക്കട്ടെ കേട്ടോ.
അമ്മോ മയോണൈസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കേട്ടോ. നല്ല മധുരം ഉണ്ടാട്ടോ അമ്മൂട്ടി. ഇവിടെ കേട്ടെ എന്തോ കൊറേ എണ്ണ വെച്ച് പേസ്റ്റ്. അപ്പം നമ്മൾ ക്യാപ്സിക്കം ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉള്ളി അരിഞ്ഞോ? ഉള്ളി അരിയണല്ലേ? നമ്മൾ തരച്ച് വെച്ചത് കണ്ട. ഓയിൽ പോരാച്ചു. ഞാൻ ഓയിൽ പോരാന്ന് വെച്ചൊരു 3-4 ഉള്ളി നേരേക്കടി വെച്ചു സാലഡ് ഉണ്ടാക്കാൻ. ചട്നി ആ ഓയിൽ എടുത്തിട്ട് ഓയിൽ പോരാ. അവിടെ ഉണ്ട്. ചെമ്പ് ചെറുതായത് കൊണ്ടില്ലേ ചോറ് വെച്ചാൽ ചോറ് അധികം ഉണ്ടാവും കേട്ടോ. അത് ഇതിക്കിടാൻ പറ്റാണ്ട് മതി മതി മതി. കുറച്ചും കൂടി എടുക്ക്. ആയിട്ടില്ല. ഓയിൽ വേണേ ഇതിക്കാക്കി നോക്ക് ഇതിൻ്റെ മസാല എടുക്കാൻ. മതി 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 മതി. പിന്നെ അത് എന്താ 5 കിലോൻ്റെ അടുത്ത് ഇറച്ചി, 3 കിലോൻ്റെ ചോറ് അരിയില്ലേ, അപ്പം അത് 2-3 കിലോൻ്റെ അരിയാണ് കേട്ടോ വെക്കണത്. ഇതാണ്ടോ കണ്ടോ. ഇനി നമ്മളിത് കണ്ടോ അതിൻ്റെ അതിന് ചുമയാണേ. ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്ക്. എടുത്തോ. ഈ ക്യൂബ് ഇടാനില്ലേ മറന്നു പോയിട്ടോ. അതാ മക്കളെ നിങ്ങളില്ലേ, ഞാൻ അതില ഇട്ടത് ഇതിലിട്ടിട്ടില്ല. എവിടെ പോയിട്ട് വരുമ്പോഴാണ് മന്തി കഴിച്ചു നമ്മൾ? പല്ലശ്ശന പോയിട്ട് വരുമ്പോൾ മന്തി കഴിച്ചു കേട്ടോ. ആ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല വേറൊരു ടേസ്റ്റ് അല്ലേ? നമ്മൾ കഴിക്കണ മന്തിയുടെക്കാളും വേറൊരു ടേസ്റ്റ്. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഒന്നുകൂടി ആവട്ടെ. ഇതാ നമ്മുടെ 80% അരി വെന്തു കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണേ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതാ ചിക്കൻ അടുപ്പത്ത് വയ്ക്കട്ടെ. അയ്യോ, ഇത് ചിക്കൻ വയ്ക്കണമെങ്കിൽ ഇവിടെ ഇത് അതിൻ്റെ കല്ലില്ലേ ഒന്ന് ഇളകി കേട്ടോ. എങ്ങനെ ഇപ്പം ഞാനിത് വയ്ക്കുക? ഇതാ പിന്നെയും ചെരിഞ്ഞിട്ടായിരിക്കും. അതിൽ വേറെ അച്ചുട്ടി ഒരു ടൈലിൻ്റെ പൊട്ട് എടുത്തിട്ട് പാടി. ടൈലിൻ്റെ പൊട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവേ. ഇതങ്ങനെ തന്നെ അത് വെക്കാൻ പറ്റുള്ളൂ പെണ്ണേ. കണ്ടോ താഴേക്ക് പോകുന്നു. ഒരു ടൈലിൻ്റെ പൊട്ട് വെച്ചാൽ മതി. നാളെ അമ്മയും വന്നപ്പോൾ അങ്ങനെ ടൈലിൻ്റെ പൊട്ട് അയച്ച് ഇവിടെ കൊണ്ടുപോകാം. 2 എണ്ണം വേണം. കൈ പൊള്ളും. ഇങ്ങോട്ട് വാ. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് ഇതാവാൻ പറ്റുന്നില്ല പെണ്ണേ. വലിയ ചെമ്പിൽ വെക്കാൻ പറ്റണ്ടേ ഈ ചെമ്പിൽ. അതും കൊണ്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. എനിക്ക് എന്താ ചൂട് എന്നെ ഗതികേട് കാണുന്നുണ്ട് ഞങ്ങൾ. ഇതാണ്ടോ ഇത് അടി പിടിക്കണേ. ഓടിവാ. വരൂ. കുറച്ച് ഓയിൽ കമ്മിയുണ്ട്. മയോണൈസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചട്നി ഇല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു കുറച്ചൊരു നല്ല ചുട്ടിട്ട് അത് നിറച്ച് വെച്ചോ കുഞ്ഞിച്ച് വരുമ്പോഴേക്കും.
നിറച്ച് വെച്ചിട്ടാ പോയത്. ഇത് വേറൊരു എന്താ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കളർ വേണം കേട്ടോ. പക്ഷെ ഇവർക്ക് എന്താണെന്നറിയില്ല, ഈ കുഴിമന്തി ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുക, നമ്മുടെ ഇപ്പോഴത്തെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് അറിയില്ലല്ലേ സുന്നി. എന്താണ് വിശക്കുന്നുണ്ടോ? വിശക്കാൻ തുടങ്ങിയോ? 1:30 തോന്നുന്നു അല്ലേ? 1:30 കുറച്ച് സാലഡ് ഉണ്ടാക്കിയതിന് മയോണൈസ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇതാ അച്ചു ഇതിനും കൊണ്ട് നല്ലൊരു ഓംലേറ്റ് ഉണ്ടാക്കിക്ക. നമുക്കറിയില്ലാന്നോ ഓംലേറ്റ് ഉണ്ടാക്കാനേ? മോളിൽ കൂടെ ഒഴിക്കാനാണ്. അമ്മ ഈ മസാല നോക്കിയൊക്കെ ഇതിൻ്റെ കറി നല്ല രസമുണ്ട്. നോക്കിയൊക്കെ തൊട്ടൊക്കെ ചൂടായിട്ട് കൊണ്ട് തുറന്നു തോന്നുന്നുണ്ട്. ഉപ്പ് എരിവ് എന്തെങ്കിലും കമ്മിയുണ്ടോക്ക്? രസമുണ്ടോ? ടേസ്റ്റ് ഇല്ലേ? എന്താണെന്നറിയില്ല കേട്ടോ, ഇവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാഗി ക്യൂബിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കണ്ടോ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദമ്മിടണ്ടേ. അപ്പോൾ ഈ ചോറ് അയക്കിടാൻ പോവുകയാണ്. വിശക്കാൻ തുടങ്ങിയില്ലേ? വിശപ്പൊന്നുമില്ല. കുഞ്ഞച്ചനെ എവിടേക്കാ പോയി? അറിയില്ല പൊന്ന. കുഴിമന്തി 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 കുഞ്ഞ് നോമ്പെടുക്കണം കൊണ്ട് കുഞ്ഞിന് വേണ്ടല്ലേ അമ്മ അല്ലേ? ചിലവർ ഇതും കൊണ്ട് ചോറ് വെച്ച് കഴിക്കത്രേ. ഇതും കൊണ്ട് ബിരിയാണി ഒരു ദിവസം ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഇതിൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചോറ് വെച്ചിട്ടോ? ഇതിൻ്റെ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. ഒരു ചിക്കൻ വറുത്തിട്ടൊരു മലപ്പുറമാണോ എവിടെ, കോഴിക്കോട് പോയപ്പോഴാണോ എന്നറിയില്ല, നമ്മളുണ്ടാക്കണ പോലെയല്ല അവരുടെ ബിരിയാണി വേറൊരു ടേസ്റ്റ്. നമ്മൾ കോട്ടയത്ത് പോയപ്പോഴും കഴിച്ചിട്ടുള്ള കോട്ടയത്ത് പോയപ്പോഴും കഴിച്ചു കേട്ടോ ഇതിൻ്റെ ഒരു ബിരിയാണി. അവിടെ എരിവില്ല. അവിടെ എരിവുണ്ടായിരുന്നില്ല. കുറച്ച് ചോറ് അധികമായോ? ആഹാ കയ്യിൽ പൊട്ടിപ്പോന്നു. സാരല്ല അല്ലേ? ബാക്കി അവിടെ വെച്ചാൽ മതി. കറിയില്ലേ കുട്ടികളൊക്കെ വെച്ചാൽ 3 കിലോനായതും കൊണ്ടേ പിന്നെ ഇറച്ചി ഉണ്ടല്ലോ. അപ്പം അത് കാരണം ഞാൻ എന്നിട്ട് 2 നാഴി അരി എടുത്തിട്ടില്ലേ മാറ്റി വെച്ചു കേട്ടോ. അമ്മക്കനെ വെച്ചാലോ? വേണോ? അപ്പോൾ എരിവ് വേണ്ടാത്ത ചോറ് തന്നെയാണ് വെക്കാം. ദമ്മിടാൻ പറ്റില്ല. എന്താ ഇത് വെക്കാം? ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വിശക്കൂല അറിയാം. ഇന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കൂട്ടോ. തിരേനെ വിശപ്പായിരിക്കേ. ഓ ഞാനെല്ലാം അതിക്ക് ഒഴിച്ചു കേട്ടോ. ഇനി നമ്മളിതിന്ന് കുറച്ച് ചാറില്ലേ എടുത്ത് വെച്ചിരുന്നേ ഇതിൽ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഞാൻ പറയാറില്ലേ മസാല ചെറുതായിട്ട് മസാല വേണം കുട്ടികൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മുട്ടി. ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്. ഇതിൽ മല്ലിയിലയൊക്കെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയിലെ മല്ലിയില ബിരിയാണി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ ഇത് കളയണല്ലോ വിചാരിച്ചിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുത്താണ്. നമ്മുടെ തട്ടിക്കൂട്ട് ഓരോ പരിപാടികളില്ലേ ചിലപ്പോൾ അതിൻ്റെ രുചി കൂട്ടും. എന്താണെന്നറിയില്ല, ബിരിയാണീനെക്കാട്ടിലും എൻ്റെ മക്കൾക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമാണ്. വേഗം എടുത്തിട്ടോ. പച്ചമുളക് അടുപ്പെടുക്ക്. ആ അമ്മിക്കല്ലിൻ്റെ ഇത് എടുത്തിട്ട് പാടുണ്ണി. ഉള്ളത് വെച്ചിട്ട് ഇനി ഇതിലും കുറച്ചും കൂടി വലിയൊരു പാത്രം വാങ്ങണം കേട്ടോ. അതിന് വിഷമൊക്കെ വരുമ്പോഴേക്കും പെങ്ങളുടെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കൊക്കെ വാങ്ങിയാൽ മതി. നമുക്ക് അടുപ്പിൽ കുറച്ച് നേരം ഇരിക്കട്ടെ. ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. എന്താ അടുപ്പിലേ കുറച്ച് നേരം ഇരിക്കട്ടെ. ഒരു അടുപ്പൊക്കെ കേട് വന്നോന്ന്
ഇനി പുറത്തേക്കുള്ള അടുപ്പ് കുറച്ച് ഉയരത്തിലാക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒഴിവില്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കാതെ ഇനി നമുക്കില്ലേ ഇതിന് ആവശ്യം എടുത്ത പാത്രങ്ങളൊക്കെ കഴുകിയിട്ടെ. അവിടെ കഴുകാളൊക്കെ എടുത്തിട്ട് പോയോ? എന്നാൽ പിന്നെ ഉള്ളിലുള്ളത് ഈ ഉണക്ക നാരങ്ങ അവിടെ എടുത്തേക്ക്. ഇനി കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ ഇനി നമ്മൾ പെരുന്നാൾക്ക് റാവുത്തർ ബിരിയാണി ഉണ്ടാക്കും. റാവുത്തർ ബിരിയാണി കേട്ടോ. സുകന്യേ കഴുകാനുള്ള പാത്രമൊക്കെ എടുക്കും പെണ്ണേ. സുകന്യേ തെറ്റിയോ? ഞങ്ങൾക്ക് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ കഴുകേണ്ട ആവശ്യമില്ല. നീ പോണ്ടോ? ബായ് ഇതാട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കണ്ട ബാക്കിയുള്ള എടുത്ത് കാണുമ്പോൾ കണ്ടില്ലേ തുടങ്ങുക. ഇലട് കോലായില്ലേ. വാ 2-2:30 കേട്ടോ. ഇത് വൈകുന്നേരത്തേക്കും അതിപ്പോൾ ഉച്ചയ്ക്കുള്ളതും. വാ എന്ത് 100 രൂപ? ഞാൻ ഇളക്കി വെച്ചതാട്ടോ ഇറച്ചി ഇതാക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കഷ്ണമായതും കൊണ്ടേ ഇതിൽ സെറ്റായിട്ട് കണ്ട നമുക്ക് കഴിക്കാൻ തുടങ്ങിയാലോ. വരും സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര വലിയ ഇല വേണമായിരുന്നോ? എല്ലാവരും കഴിച്ചോളി. എന്നിട്ട് ബാക്കിയുള്ള ഇലയിൽ നമുക്ക് കഴിക്കാം. കുഴിമതി എടുത്ത് വളമ്പട്ടെ അമ്മ. വളമ്പട്ടെ അമ്മ. ഇത് കൈ മാറ്റി അയ്യോ കൈ പൊല്ലിപ്പോയോ? അമ്മ കണ്ടില്ലേരി. അത് സാരല്ല. ചെറിയ കുഞ്ഞു വായോ. ഇത് മസില് പിടിക്കുക. ചൂട് ഫാനിട്. എല്ലുള്ള പീസ് ഇതാ. അമ്മു എന്താ ഇതെടുത്തിട്ട് വന്നാ എന്താന്നറിയോ? സ്പൂണ് എടുത്തരാം. ചിക്കൻ എത്രണ്ണം വേണേലും തരും. എന്റെ പൊന്നൂസിന് കൊടുക്കട്ടെ. പൊന്നു അവിടെ ഇരിക്കണുണ്ടോ? എന്നാ പൊന്നൂന് കൊടുത്ത. വാ അവിടെ കൊടുക്ക് സോനെ. കൈ പറഞ്ഞു. സാലഡൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. ഒരു പാത്രത്തിൽ ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാട്ടോ. ഈ ചൂടത്തെ ഉണ്ടാക്കി കഴിഞ്ഞപ്പിന്നെ പൂതി മാറി ഫാനെടുത്തേ. അപ്പോഴേ എങ്ങനെയുണ്ട് ഈച്ചു? കഴിച്ചോ കച്ചോ? നന്നായിട്ടുണ്ടോ? എൻ്റെ അച്ചൂട്ടിക്കല്ല എൻ്റെ അമ്മൂനെല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാറില്ലേ, ബിരിയാണിയിലേക്കാളും അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറയുന്ന കാര്യമാണ്. ഇടയ്ക്ക് നമ്മൾ കുഴിമന്തി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അമ്മ പറയും, നിങ്ങളെന്താ കടയിൽ നിന്ന് വാങ്ങണേ, നിനക്കറിയുന്ന പോലെ നിനക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെയെന്ന്. ശരിക്കും ഇത് ഉണ്ടാക്കണല്ലേ അമ്മൂട്ടി? എങ്ങനെ ഉണ്ടച്ചു അമ്മു? ഇന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നല്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കൂ. മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. ഇതാണ്ടോ 2:30 കേട്ടോ സമയം. അവന് നാളെ നല്ല ഇതിൻ്റെ മാത്രമായിട്ട് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ കുറച്ചുണ്ടാക്കി കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ മക്കളെ ആസ്വദിച്ച് കഴിക്കുന്ന എങ്ങനെയുണ്ട് പൊന്നാ? സൂപ്പറാ. അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞായറാഴ്ച നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.